ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മഹാഗഠബന്ധന് അധികാരത്തിന് അടുത്തൊന്നും എത്താൻ പറ്റിയില്ല. വലിയ തിരിച്ചടിയാണ് അവർക്ക് നേരിട്ടത്. പക്ഷേ പല മാധ്യമങ്ങളും തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും, യുവാക്കളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയാണെന്നൊരു പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പിറകിൽ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ JDUവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം, NDA സഖ്യം, അവർ ജനങ്ങളുടെ ഇടയിൽ കാര്യമായ രീതിയിൽ പ്രവർത്തിച്ച സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഊന്നി നിന്നായിരുന്നു മഹാഗഠബന്ധന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും RJDയുടെ ഒക്കെ പ്രവർത്തനം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, നിരവധി യൂട്യൂബർമാരെ ഡൽഹിയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബീഹാറിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവർക്കൊന്നും തന്നെ പൈസ കൊടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് തോറ്റതിനെ തുടർന്ന് പൈസ കൊടുക്കുന്നില്ല. ഇടനിലക്കാരെ നിന്നിരുന്ന ആളുകൾ പറയുന്നത് RJD പാർട്ടി അവർക്കൊന്നും പൈസ തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു വെളിപ്പെടുത്തലാണ് ഏറ്റവും വലിയ പ്രമുഖനായ യൂട്യൂബറായ സക്കീർ അലി ത്യാഗിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്. നിരവധി ഫോളോവേഴ്സ് ഉള്ള ആളുകളെ കൊണ്ടുവന്ന് തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട്, ഒരു അഭിപ്രായ രൂപീകരണം നടത്തിക്കുകയായിരുന്നു RJD ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് RJD നേരത്തെ SIRനെ എതിർത്തിരുന്നു. അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി, മരിച്ച ആളുകളൊക്കെ തുടരുന്നത് ഒഴിവാക്കാൻ വേണ്ടി, സ്ഥലം മാറിപ്പോയ ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു വോട്ടർ പട്ടിക പരിഷ്കരണം, ആ പരിഷ്കരണ പ്രക്രിയക്കെതിരായിട്ട് തന്നെ വ്യാപകമായ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിലൊക്കെ ഈ യൂട്യൂബർമാർക്ക് പങ്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ യുവാക്കളൊക്കെ തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു അഭിപ്രായ പ്രകടനം അവർ നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പിറകിലുണ്ടായിരുന്നത് നൂറുകണക്കിന് യൂട്യൂബർമാരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് കൊണ്ടുവന്ന് അഭിപ്രായ പ്രകടനം നടത്തിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായ രൂപീകരണം നടത്തിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇവർക്ക് പണം കിട്ടാതായതോടെയാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വലിയ തിരിച്ചടിയാണ് മഹാഗഠബന്ധനുണ്ടായത്. അപ്പൊ അതോടുകൂടി ആരെയൊക്കെയാണോ പണം ഏൽപ്പിച്ചിരുന്നത്, ഈ ആളുകളൊക്കെ തന്നെ അവർ സ്വന്തമായിട്ട് വലിയ കാറുകളൊക്കെ വാങ്ങുകയും പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി വർക്ക് ചെയ്ത ആളുകൾക്ക് പണം കൊടുത്തില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് RJDയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ സക്കീർ അലി ത്യാഗിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ഇത് ഇവർക്ക് ഞങ്ങൾക്കൊന്നും പണം നൽകിയില്ല എന്ന് മാത്രമല്ല, മറിച്ച് RJD എന്ന് പറയുന്ന പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോയിരിക്കുന്നത്. കാരണം ഇതിനിടയിലുള്ള നിരവധി പാർട്ടി പ്രവർത്തകർ, ഭരണത്തിന്റെ ആനുകൂല്യം, അവർ ഭരിക്കുന്ന സമയത്ത് അതിന് ആനുകൂല്യം പറ്റിയിരുന്ന ആളുകൾ, പാർട്ടി നേതാക്കളുമായിട്ട് ഉറ്റ ബന്ധം പുലർത്തിയിരുന്ന ആളുകളൊക്കെ തന്നെ പരമാവധി കാശുണ്ടാക്കുക, അത് അടിച്ചു മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ യൂട്യൂബർമാരുടെ പേരിലാണ് അവർ പണം വാങ്ങിയിരിക്കുന്നത്. പക്ഷെ യൂട്യൂബർമാർക്കൊന്നും പണം കിട്ടിയില്ല എന്നുള്ളൊരു വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത്. ഒരു ഭാഗത്ത് ഭരണമുന്നണി അവർ ജനങ്ങളുടെ ഇടയിൽ നിരവധി ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവര് ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്നു, സ്ത്രീകളെ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു, വീടുകൾ കയറി വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളുടെ ഇടയിൽ കയറി പ്രവർത്തിക്കുന്ന സമയത്ത് പരമാവധി അഭിപ്രായ രൂപീകരണം നടത്തിക്കാൻ വേണ്ടി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ രൂപീകരണം നടത്തിക്കാൻ വേണ്ടി, യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു RJDയും മഹാഗഠബന്ധനും നടത്തിയത്. അതിന്റെ ഏറ്റവും നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബർമാരായിരുന്നു. അവരാണ് ഇപ്പോൾ തന്നെ വ്യാപകമായ തോതിൽ അവര് പ്രതിഷേധം ഉയർത്തുകയാണ്. കാരണം അവർക്ക് പണം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പലരും ഇത് പുറത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ബീഹാറിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആരെയാണോ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നത്, പണം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അവരെ വഞ്ചിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.